AGR വ്ളോഗിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അബ്ദുൽ ഗഫൂർ വളാഞ്ചേരി. നമ്മളിപ്പോൾ ഉള്ളത് എവിടെയാണ്? അങ്ങ് ദുബായിലല്ല, ഇപ്പോൾ ഉള്ളത് അബുദാബിയിൽ ഡിസേർട്ട് സഫാരിക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ അവസാനിപ്പിച്ചത് നമ്മളെ പാലസും പള്ളിയും ഒക്കെ കണ്ടിട്ടാണ്. ഡിസേർട്ടിലേക്ക് പോണ വഴിയിൽ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ ഡിസേർട്ടിലേക്ക് പോവുകയാണ്. ഇത് ഡിസേർട്ടല്ല, ഓൾറെഡി നമുക്ക് പോണ വഴിയാണ്, ഓൺ ദ വേ. നമ്മൾ എത്തിയിട്ടില്ല, ശരിക്കുള്ള സഫാരിയിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. അവിടേക്ക് പോകുന്ന വഴിയാണ്. നമ്മൾ ആ ടാക്സിയിൽ തന്നെ നമ്മളെ വിളിച്ച ആ വണ്ടി തന്നെയാണ് നമ്മളെ ക്യാമ്പ് വരെ അവരെത്തിക്കും. ആ ക്യാമ്പിലേക്ക് പോകുന്ന വഴിയാണ് നമ്മൾ ഈ കാണുന്നത്. ഒരു 2-3 കിലോമീറ്റർ നമുക്ക് ഇങ്ങനത്തെ ഓഫ് ദ റോഡായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ക്യാമ്പിലെത്തിയിട്ട് അവിടുന്ന് പിന്നെ അവരുടെ വണ്ടിയിലാണ് നമ്മൾ സഫാരിയും പിന്നെ അവരെ ക്യാമ്പും മറ്റൊക്കെ നമ്മൾ എൻജോയ് ചെയ്യാം. സോ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും മറക്കല്ലേ. ഓക്കെ, എന്നാൽ കൂടാനുള്ളവരൊക്കെ കൂടിക്കോളി. സഫാരിക്ക് എത്തിയിട്ടുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാർ ഞങ്ങൾ നേരത്തെ എത്തി. ഞങ്ങൾ വഴുകി, എന്നാലും വഴുകിയ വേളയിലും ഞങ്ങൾ എത്തിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് സഫാരിക്ക് പോകുന്ന വണ്ടി ലാൻഡ് ക്രൂസർ, അത് വേറെ ആയിരിക്കും. ക്യാമ്പ് ഇതാണ്. ഇൻഷുറൊക്കെ ചെയ്തിട്ടേ പെരിയോനെ റഹ്മാനെ. സോ മക്കളെ, ഞങ്ങൾ ഇതാ പോകുന്നുണ്ടോ, ഞങ്ങൾ റിസോർട്ടിൽ പോകാനുള്ള ഞങ്ങളെ വണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, അതാണ് നമ്മളെ വണ്ടി. അതാണ് നമ്മളെ പോണ ആള്. എന്താ നിങ്ങളെ പേര് പറഞ്ഞു? അഷ്റഫ്. എന്റെ കാർന്നൂരെ പേരാ. എന്റെ നാട്ടിലവിടെ ഒക്കെ കാസർഗോഡന്മാരാണോ? അധികം കാസർഗോഡാ. കേറി നിങ്ങളെ ബാക്കിൽ. കാഞ്ഞങ്ങാടാ? ഞാൻ കാഞ്ഞങ്ങാട് ഇഷ്ടമല്ല. എന്താ മലപ്പുറക്കാരനാണോ? ഞാൻ കാഞ്ഞങ്ങാട് ഇട്ടമ്മല് 2 കൊല്ലം ഉണ്ടായത്. ഇപ്പഴല്ല, 90 കാലഘട്ടങ്ങളിൽ അവിടെ നമുക്ക് ബാക്കിംഗ് കച്ചവടം ആയിരുന്നു. അപ്പൊ ഇട്ടമ്മലായിരുന്നു നമ്മളുണ്ടായിരുന്നത്. വെറുതെ പറഞ്ഞതല്ല. ഇപ്പൊ തന്നെ നമുക്ക് അവിടെ നോക്കാം. നിങ്ങൾ പോണ വഴി നോക്ക്, ഇത് കേറണ വഴി നോക്ക്. അതുപോലെ ഓക്കെ, ഞങ്ങൾ ഡബിൾ ഓക്കെ. എന്നിലേക്ക് മലപ്പുറക്കാരല്ലോടോ, മലപ്പുറത്തിന് പറയിപ്പിക്കോ? ഏയ് അതെയോ ഓക്കെ ഡബിൾ ഓക്കെ, ഡബിൾ ത്രിബിൾ ഓക്കെ. റയാനെ എന്താ കുട്ടികളൊക്കെ ചിരിക്കണു? റയാൻ എജ്ജെന്തര ചിരിക്കാത്തന്നാ? അതാ കുത്തല ഇറങ്ങണു, അതാ ഇറങ്ങണു. യോ യോ ചെറിയ കുട്ടി ചിരിക്കണു. ഓ എല്ലാത്തിനും ഓക്കെ, അതല്ല അവരെ കൊണ്ടടക്കുന്നത്. എന്തിനും ഓക്കെയാണ്. അനു അപ്പ എന്താ കൈകളക്കിട്ട് കിട്ടുന്നില്ല. ബാക്കിയൊക്കെ ഓക്കെ. അനു
ഇത് ശരിക്കും ഇതിന് ഒരു സെപ്പറേറ്റ് ലൈസൻസ് ഉണ്ടോ? ആണല്ലേ. കാരണം അപ്പുറത്ത് മറിയൊന്നും കാണാനില്ല നമുക്ക്. മാഷാഅല്ലാ, മാഷാഅല്ലാ. അടിപൊളി അടിപൊളി അടിപൊളി. അന്നോ ചിരിക്കണോക്ക. ഓൻ ഫുൾ ഹാപ്പി. അല്ല, ഓനിക്ക് പേടി മനസ്സിലാവായിട്ടില്ല. സമയമായിട്ടില്ല. 1.5 വയസ്സ്. ഓനക്ക് ഇത് ഹരമാണ് കളി. ഓന്റെ മോനൊക്കെ ഒരു പാമ്പും കൂടി നട്ടു കൊടുത്താൽ അത് കളിക്കുമോനെ. അതാണ് കളി. അതാ അതാ. മാഷാ അല്ലാ, മാഷാ അല്ലാ, മാഷാ അല്ലാ. അവരെനിക്ക് സ്റ്റാരിക്ക് തന്നെ ഞാൻ ഓടിക്കും. പറക്കണുണ്ടല്ലോ. അല്ല, അസർബക്കാരന്റെ മുടിയും താടിയോ നോക്കെ പൃഥ്വിരാജിനെ പറയല്ലേ ആട് ജീവിതം. ഈ മരുഭൂമി ഉള്ളവരൊക്കെ ഇങ്ങനെ തന്നെ തോന്നുന്നു കേട്ടോ. പൃഥ്വിരാജ് വെറുതെ അല്ല ഇങ്ങനെ മുടി വെച്ചത്. യോ കുതാ കേറണ്ട. അതാ കേറുന്നതാ കേറുന്നതാ കേറുന്നു. യാ അല്ലാഹ്. അതറിയാം. ഹലോ, എങ്ങനെയുണ്ട് അനു? ഇഞ്ഞിരുന്ന് ഫോട്ടോ എടുക്കണ്. ഭയങ്കര ഇഷ്ടമാണ്. അനു അനു ആക്ടിവിറ്റീസ് ഭയങ്കര ഇഷ്ടമാണ്. അനു അടിപൊളി. അതടിപൊളി അതടിപൊളി. അയ്യോ അയ്യോ. അടിപൊളി. അടിപൊളി. ചിരിക്കണൊക്കെ എന്റെ കുട്ടിക്ക് പേടി സാധിച്ചു. അതാ വിട് 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 വിട്. വിട് വിട്. എനിക്ക് അങ്ങനത്തെ ഇഷ്ടം. ഇപ്പൊ സന്തോഷം നോക്കാം. അതാ സന്തോഷം. ഇപ്പൊ വേറെ വണ്ടിന്ന് അവിടെ വണ്ടി ഉണ്ട്. എന്താ കേട്ടോ. മാഷാ അല്ലാ. കലക്കി. മുഖത്തെ ചിരി നോക്കി ആയി മുതലായില്ലേ. ഒരു ചിരി കണ്ട പോലെ. അതാ പോണ വണ്ടി. അതാ പോണ വണ്ടി. വണ്ടി പോണണ്ട. പിന്നെ കാർ റൈഡ് കഴിഞ്ഞു. ലാൻഡ് ക്രൂസറിൽ പോയി റൈഡ് കഴിഞ്ഞു. ഞങ്ങൾ എത്തി. ഇനിയിപ്പോൾ ഞങ്ങൾ അടുത്ത റൈഡ് ക്യാമലാണ്. അതിവിടെ ക്യാമലിനെ കാണാനില്ല. ക്യാമലിന് തിന്നാൻ ആടുജീവിതമാണ്. ക്യാമറ പോണോ? മാറ്റിക്കൂടി. പുറത്തുനിന്ന് മാറ്റാൻ പറ്റുമോ? അനു ഒട്ടകത്തിൽ ഇരിക്കണില്ല കേട്ടോ. അനു ഒട്ടകത്തിൽ ഇരിക്കുമ്പോൾ പേടിയാണ്. ഇന്റെ മേത്തി ഇരിക്കണോണ്ട് കുഴപ്പമില്ല. ഞാനിങ്ങനെ എടുത്തിട്ട് ഓരോ ഇരിക്കണോണ്ട് ഒരു കുഴപ്പമില്ല. റയാനെ ഭയങ്കര ധൈര്യമൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഒട്ടകത്തിലേക്ക് ഓനെ ഇരുത്തുമ്പോൾ ഓന് കരയാണ്, സമ്മതിക്കണില്ല. അപ്പൊ ഇന്റെ മേത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, എന്തായാലും അടിപൊളി ഒരു റൈഡാ. വേറെ പണിക്ക്
പോയതോ യൂണിയനിൽ ചേരായിരുന്നു. ഇനി പൊന്തുമ്പോ നല്ല പിടിക്കണ്ടോ? ഞാൻ ഓല് വന്നിട്ട് കയറണുള്ളൂ. 1 2 3 സ്റ്റാർട്ട്. ഇമ്മ പോയി നിങ്ങളതിന്റെ മുകളിൽ നിന്നോളി. ചാച്ചു ചാഞ്ചിക്ക് ചാഞ്ചിക്ക്. ആ ഒട്ടകത്തിന്റെ ജീവിതമാണ് ആട് ജീവിതം. 4 കഴുതകളെ ഏറ്റി നടക്കുന്ന ഒട്ടകത്തിന്റെ കഷ്ടകാലം. താത്ത താത്ത വേണ്ട വേണ്ട. സോ ഗൈസ് നമ്മൾ റൈഡൊക്കെ കഴിഞ്ഞ് ഇതാണ് നമ്മളെ ക്യാമ്പ് കേട്ടോ. ഓക്കെ, പിന്നെ ഈ കാണുന്ന ആളെ അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യൂ. ഓക്കെ, ഇതൊരു ഫിലിം ആക്ടറാണ്, സെലിബ്രിറ്റിയാണ്. ഇതാ ഈ കാണുന്ന പുള്ളി. ഓക്കെ, ഇന്ന് ഞങ്ങൾ ചെന്നപ്പോൾ പുള്ളി അവിടെ ഉണ്ടായിരുന്നു. എന്തായാലും ഞങ്ങളെ ക്യാമ്പും കാര്യങ്ങളും ഇതാണ്. ഞങ്ങൾ ബൈക്ക് റൈഡ് നമുക്ക് കിട്ടിയില്ല, ടൈം ഓവർ ലേറ്റ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ അത് വേണ്ടെന്ന് വെച്ചു. ക്യാമ്പൽ റൈഡൊക്കെ കഴിഞ്ഞതിന് ശേഷം അത് ഞങ്ങളെ ക്യാമ്പിലേക്ക് ഇങ്ങനെ കയറുക. പിന്നെ അതാണ് നമ്മളെ ക്യാമ്പിൻ്റെ എൻട്രി. ക്യാമ്പിൻ്റെ എൻട്രി കൂടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഒരു VIP സെറ്റപ്പൊക്കെ തന്നെ കേട്ടോ, അത് മോശം പറയാനൊന്നുമില്ല. പിന്നെ ഇതിലൂടെ ഇങ്ങോട്ട് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഫുള്ള് സെറ്റപ്പാണ്. ഓക്കെ, ആ സെറ്റപ്പൊക്കെ കണ്ടുപിടി. മൈലാഞ്ചി ഓക്കെ, അത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവിടുത്തെ കൾച്ചർ ഡ്രസ്സിൽ ഫോട്ടോ എടുക്കണമെങ്കിൽ കൾച്ചർ ഡ്രസ്സിൽ ഫോട്ടോ എടുക്കാം. ഓക്കെ, ദെൻ ഇവിടെ ഗ്ലാസ് ആർട്ട്, പിന്നെ അവിടെ ചായ കോഫി, അവിടെ ഡ്രിങ്ക്സ്. ഫുഡ് ആയിട്ടില്ല, ഫുഡ് ആവണ സമയത്ത് നമുക്ക് ബെല്ലി ഡാൻസ് തുടങ്ങാൻ പോവാണ്. We're going to start the first show, some belly dance. Thank you. ഇതാണ് പരുന്ത്, വില പിടിച്ച സാധനമാണിത്. ഓക്കെ, ഇതിങ്ങനെ ബെല്ലി ഡാൻസ് തുടങ്ങാൻ പോകട്ടെ. ഭക്ഷണത്തിൻ്റെ കാര്യമൊന്നും പറയാനില്ല, ഫുൾ സെറ്റപ്പ് ആണ്. സലാഡ് മുതൽ നോൺ വെജ്, വെജ്, റൈസ്, മക്രൂണി,
അത്യാവശ്യം എല്ലാം ചിക്കന്, പോത്ത്, ആട്, ഒട്ടകവും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കസ്റ്റർഡ് ആയിട്ട് മധുരം, പാൽസം, ഫ്രൂട്ട്സ്, അങ്ങനെ എല്ലാ സാധനവും ഉണ്ടായിരുന്നു. അടിപൊളി ഫുഡ്. എന്താ കാണിച്ചെടുക്കലൊക്കെ ഇങ്ങനെ എന്നെ പിടിക്കട്ടാ. സോ ഗൈസ്, ഞങ്ങള് ദുബായ് അബുദാബിനോട് വിട പറഞ്ഞ് ദുബായിലേക്ക് പോവുകയാണ്. ഞങ്ങൾ റിസോർട്ടൊക്കെ പോയി. സംഭവം അടിപൊളിയായിരുന്നു. ബെലി ഡാൻസ്, പിന്നെ എന്ത് ഡാൻസ് ആയിരുന്നടാ? ആ ലൈറ്റ് ഡാൻസ്, ഫയർ ഡാൻസ്, ക്യാമൽ സ്റ്റോറിയോ, അങ്ങനെയൊക്കെ ആയിട്ട് 4-5 ഷോ ഉണ്ടായിരുന്നു. പിന്നെ ഒട്ടകത്തിൽ കയറി, പിന്നെ സഫാരി ചെയ്തു. കുഴപ്പമില്ല. ഞങ്ങളായിട്ട് ഡിലേ ആയ കാരണം കുറച്ച് മിസ്സിങ്. അതല്ലെങ്കിൽ ഒന്നും കൂടി കളർഫുൾ ആക്കാമായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളെ പരിപാടി? എങ്ങനെ ഉണ്ടായിരുന്നു പരിപാടി? ഉഷാറല്ലായിരുന്നോ? ഉഷാറല്ലേ? എന്തായിരുന്നു സാർ ഭക്ഷണം കഴിച്ചത്? ഏറ്റവും ഉഷാര അനു ആ മണ്ണിൽ കടന്നിട്ട് എന്തൊക്കെയാ ഞങ്ങളെ സ്റ്റാർ അതാക്കണു. ഹാപ്പിയാണ്. മണ്ണില് കടന്നിട്ട് അങ്ങോട്ട് ഉരുളായിരുന്നു. അനു എന്തൊക്കെയാ കാട്ടിയത്? ഒട്ടകം കണ്ടോ? ഒട്ടകം കണ്ടോ? ഒരു ഒട്ടകത്തില് കേറി മൈലാഞ്ചി ഇട്ടു. എത്ര കൊക്കക്കോള കുടിച്ചു പോല്? വെറും കൊക്കക്കോള എടുക്കുക, കുടിക്കുക. എന്ത് കുടിയായിരുന്നു? മുത്തുമോളെ എങ്ങനെ ഉണ്ടായിരുന്നു പരിപാടി? ആ എങ്ങനെ ഉണ്ടായിരുന്നു പരിപാടി? സംഭവം സൂപ്പറാണ്. പക്ഷെ നമ്മള് കുറച്ചും കൂടി നേരത്തെ വന്നിട്ടാണെങ്കിൽ ഒന്നും കൂടി ഞങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിരുന്നു. പക്ഷെ വെച്ചിട്ട് മിസ്സായിട്ടൊന്നുമില്ല. എനിക്ക് 250 റുപ്യ ലാഭം. 250 ദിർഹം. ഞാൻ അവിടെ 5 ബൈക്ക് പറഞ്ഞു ചെന്നു. നിങ്ങൾ ഒട്ടകത്തിൽ കയറുമ്പോൾ ഞാൻ മറ്റുള്ള 5 ബൈക്ക് പറഞ്ഞു ചെന്നു. കാരണം നമുക്ക് 5 കയറാൻ ചേട്ട്. അപ്പോഴാണ് പിന്നെ അവിടെ ഷോ തുടങ്ങാനായിക്കണ. 3 മിനിറ്റ് ഉള്ളൂ, 4 മിനിറ്റ് ഉള്ളൂ എന്ന് പറഞ്ഞു. ഇത് റൈഡ് ഞാൻ ചോദിച്ചു പോകുന്ന 3 കിലോമീറ്റർ. എല്ലാരും ഓടി. ഒരാള് ബെല്ലി ഡാൻസ് കാണാൻ വേണ്ടി നിന്നിന്ന് മറ്റേ ഇത്തിക്കാഫിന്റെ പള്ളിയിൽ ഇരിക്കണ പോലെയായിരുന്നു. ഞാനും ഓളെ കൂടെ ഡാൻസ് കളിക്കാൻ നിൽക്കായിരുന്നു. ഇമ്മ എന്നെ പൊടിച്ചിരിക്കുന്നു. ഇല്ലെങ്കിൽ ഞാനും ഓളെ കൂടെ ഡാൻസ് കളിക്കാച്ചിട്ടായിരുന്നു. ഞാൻ റെക്കോർഡ് ചെയ്ത് നോക്കിയത് എനിക്ക് പോയിക്കും. എനിക്ക് ഡാൻസ് ഞങ്ങൾ നോക്കണ വീഡിയോ കണ്ണങ്ങൾക്ക് ഞങ്ങള് നോക്കണ വീഡിയോ ഉണ്ടല്ലോ. ഞാനാണ് എടുത്തത്. പക്ഷേ